ഇതെന്താ? എന്താ? ഇവിടെ ഇടക്കിടക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാറുണ്ടോ? ആ, ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. അല്ല, ഇനി അതുകൊണ്ടാണോ ക്യാമറ കംപ്ലൈന്റ് ആവുന്നേ? എന്നാലും ക്യാമറ അടിച്ചു പോവില്ല. ഇടിമിന്നലിനെ പോലും റെസിസ്റ്റ് ചെയ്യുന്ന ക്യാമറകളാണ് എന്റേത്. ഇവിടെ ക്യാമറകൾ കേടുവരുന്നതിന്റെ കാരണം വേറെ എന്തോ ആണ്. ഒന്നുകിൽ മാൻമെയ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തായാലും ഇതിന്റെ കാരണം കണ്ടുപിടിക്കണം. ഇതിന്റെ കാരണം എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഏത് ക്യാമറ വെച്ചാലും ഇവിടെ അടിച്ചു പോകും. തൽക്കാലം നമുക്ക് ക്യാമറ സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാം. എന്നാ പിന്നെ ഞാനിത് വെക്കാനുള്ള ഏർപ്പാട് ചെയ്യട്ടെ. ആ, പിന്നെ റേറ്റിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പഴയ റേറ്റിൽ ചെയ്യാൻ പറ്റില്ല. അത് സാരമില്ല, നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ. ആ ദൃശ്യങ്ങൾ റീഡ്രൈവ് ചെയ്ത സമയത്ത് ഇവിടെ മാത്രം എങ്ങനെയാ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നേ? അസ്വാഭാവികമായി ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കണ്ടുപിടിക്കണം. ഇവിടെ മാത്രം എന്താ ക്യാമറകൾ അടിച്ചു പോകുന്നത്? ക്യാമറ അടിച്ചു പോകുന്നതിന്റെ കാരണം കണ്ടെത്തിയിട്ട് തന്നെ കാര്യം. വൃന്ദ പോയിട്ട് വന്നില്ലല്ലോ. അവളുടെ സ്കൂട്ടറും കാണുന്നില്ല. അമ്പലത്തിലേക്ക് തനിച്ച് പോരെന്ന് പറഞ്ഞ കേക്കണ്ടേ? അമ്പലത്തിലേക്കല്ലേ പോയത്? ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്കും അങ്ങോട്ട് പോവാം. വാ. ഇതാരാ? ഇത് പുതിയ അവതാരം. ഇയാളെന്തിനാ ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്നേ? വാ, നോക്കാം. ഹലോ മാൻ. അല്ല, നിങ്ങൾ എന്താ നോക്കുന്നേ? പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കയറി നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഇവിടുത്തെ ഈ CCTV ക്യാമറകൾ ഡാമേജ് ആക്കുന്നത് നിങ്ങളാണോ? ഞങ്ങളോ? 1 2 3 ആരാ 5 സുന്ദരികള്? എന്തിനാ അവരെ അന്വേഷിക്കുന്നേ? ഇവിടെ വെക്കുന്ന ക്യാമറ കേടാക്കുന്നതും അടിച്ചു മാറ്റുന്നതും 5 സുന്ദരികളാണെന്ന് കേട്ടു. അല്ല, ചേട്ടനോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? ഇവിടെ വന്നപ്പോ അറിയാൻ കഴിഞ്ഞതാ. ചില പിള്ളേരോടൊക്കെ ഞാൻ അന്വേഷിച്ചു. 5 സുന്ദരികൾ. എന്റെ ക്യാമറ കേടാക്കുന്ന അവളുമാരെ ക്യാമറ വെച്ച് തന്നെ ഞാൻ തൂക്കും. ചേട്ടാ, നിങ്ങൾ കാശിനോടുള്ള ആർത്തി മാറ്റി വെച്ചിട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറകൾ വെക്ക്. അപ്പൊ അടിച്ചു പോവില്ല. നിങ്ങളെ മാനേജ്മെന്റിനെ പറ്റിച്ച് പണം വാങ്ങി ചീപ്പ് ക്വാളിറ്റി സാധനമൊക്കെ വെച്ചാ ചിലപ്പോ അത് പൊട്ടിത്തെറിച്ച് പോയിന്നൊക്കെ ഇരിക്കും. എന്തായാലും ഇന്ന് ഞാൻ ഇവിടെ ക്യാമറ വെക്കും. ക്യാമറക്ക് ഞാൻ തന്നെ കാവലിരിക്കും. ഏതവള എന്റെ ക്യാമറ ഡാമേജ് ആക്കുന്നതെന്നൊന്നും അറിയണല്ലോ. അല്ല, ഈ 5 സുന്ദരികളാണ് ക്യാമറ കേടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? 5 സുന്ദരികളും 5ഉം പഞ്ച പാവോ ചേട്ടാ. അല്ല, അവരാണ് ക്യാമറ കേടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അവരുടെ മേ കുറ്റം വെക്കാൻ
ഏതോ കുബുദ്ധികള് ചേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ചേട്ടാ, ഈ 5 സുന്ദരികളുടെ പിന്നാലെ പോയി സമയം കളയാതെ റിയൽ ആയിട്ടുള്ള കാരണം കണ്ടെത്താൻ നോക്ക്. മടി. അഞ്ച് സുന്ദരികൾ, അവിടെ അനന്തം മാഷും 5 പെമ്മക്കളും. എവിടെ പോയാലും എനിക്ക് ഈ 5 പെമ്പിള്ളേരെ കൊണ്ട് കഷ്ടമാണല്ലോ ദൈവമേ. ശ്ശെ. എന്താ സാറേ നോക്കുന്നത്? ആ, അവരേതാ ആ പിള്ളേര്? ആ പിള്ളേരാ സാറേ 5 സുന്ദരികള്. ഏ? ആ, 5 3 പോയത്. അപ്പൊ അവര് തന്നെയാണ് ഇവിടുത്തെ ക്യാമറ പ്രോബ്ലത്തിന്റെ പിന്നില് അല്ലേ? അതെനിക്കറിയില്ല സാറേ. സാർ ഇവിടെ ക്യാമറ വെച്ചാ പിള്ളേരത് കേടാക്കും, അതെടുത്തോണ്ട് പോവുകയും ചെയ്യും. ഇവിടെ ക്യാമറ വെക്കാൻ സാറ് മെനക്കെടണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. ഞാനങ്ങനെ പിന്മാറാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇത്തവണ ക്യാമറ വെക്കുമ്പോ ഞാൻ അതിലൊരു ടെക്നിക്ക് ഉപയോഗിക്കും. അതെന്താ? ക്യാമറ കേടാക്കിയിട്ട് ആരെങ്കിലും ഊരിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച അവന്റെ കൈ അടിച്ചു. അമ്മാതിരി ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തു വെക്കാൻ പോകുന്നത്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ. എന്റെ ഈശോയെ, കേടായ ക്യാമറ എടുക്ക ഐസക്ക് വന്ന ഐസക്കിന്റെ കൈ അടിച്ചു പോവല്ലോ. വീണ്ടും ഇവിടെ ക്യാമറ വെക്കാൻ പോകണോ? ക്യാമറ വയ്ക്കാൻ ആളെ വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ക്യാമറ വയ്ക്കും. നീ രാത്രി അറിയാതെ പോലും പുറത്തേക്കൊന്നും പോയേക്കരുത്. പുറത്തുപോയി ക്യാമറയിൽ പെട്ടാലേ നിന്റെ കാര്യം തീർന്നു. ഞങ്ങൾക്ക് പോലും നിന്നെ സഹായിക്കാൻ പറ്റില്ല. അവിടെ ക്യാമറ വരുന്നത് എനിക്ക് പ്രശ്നമാണല്ലോ. നിനക്ക് പ്രശ്നമാണെങ്കിൽ നീ പുറത്തിറങ്ങണ്ട. എന്നാ പിന്നെ ഞാൻ ക്യാമറ കേടാക്കട്ടെ. ക്യാമറ കേടാക്കാനോ? ക്യാമറ കേടാക്കി ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. ക്യാമറ കൊണ്ടുവന്ന ആളും ഗബ്രിൽ സാറും പുറത്തുണ്ട്. നീ ക്യാമറ കണക്ക് അങ്ങോട്ട് ചെന്നാലേ രണ്ടുപേരും കഴുത്ത് പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും. ആ ക്യാമറ എനിക്ക് പ്രശ്നമാ. എനിക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അല്ല, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറകള് നീയാണോ കേടാക്കിയത്? അയ്യോ, അത് ഞാനല്ല. ഞാനത് തൊട്ടിട്ട് പോലുമില്ല. അത് കേടാക്കിയത് വേറെ ആരെങ്കിലും ആയിരിക്കും. ഏതായാലും ഇവിടെ ക്യാമറ കേടാക്കുന്നവനെ കൈയോടെ തൂക്കാനാ അയാള് വന്നേക്കുന്നേ. ക്യാമറ കേടാക്കുന്നത് നമ്മളാണെന്ന് അയാൾക്ക് നല്ല സംശയമുണ്ട്. ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും. ക്യാമറ കേടാക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം. അല്ല, എവിടെയൊക്കെ ക്യാമറ ഉണ്ടാവും? അയാൾ ക്യാമറ വെച്ചതിന് ശേഷം എവിടേക്ക് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ നിന്നോട് പറഞ്ഞുതരാം. അതിനനുസരിച്ച് വേണം പിന്നീട് നീ ഇവിടെ ജീവിക്കാൻ. ഇവിടെ ചുറ്റിനും ക്യാമറ വന്നു കഴിഞ്ഞാ എനിക്ക് സ്വസ്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതാവും. ശരിക്കും ഞാനിവിടെ ശ്വാസം മുട്ടി കഴിയേണ്ടി വരും. എത്രയും പെട്ടെന്ന് എന്റെ അമ്മയെ കണ്ടെത്തി ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടുപിടിച്ചതാ. ഞാനും എന്റെ അമ്മയെ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. നിന്റെ അമ്മയെ കണ്ടെത്താൻ ചില ശ്രമങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അധികം ലേറ്റ് ആവാതെ തന്നെ നിന്റെ അമ്മയെ നീ കണ്ടുമുട്ടും. എന്നാലും ഇവിടെ ക്യാമറ വന്നത് പ്രശ്നമാണല്ലോ. അതെങ്ങനെ ഒഴിവാക്കും?